സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. സങ്കീർത്തനം 44, 5 തിരുവചനം. നിന്നാൽ ഞങ്ങൾ വൈരികളെ തള്ളിയിടും, ഞങ്ങളോട് എതിർക്കുന്നവരെ നിൻ്റെ നാമത്തിൽ ചവിട്ടിക്കളയും. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 44-ാം സങ്കീർത്തനത്തിൽ കോരഹ് പുത്രന്മാരുടെ ഒരു ധ്യാനമാണ് നാം കാണുക. അവിടെ 5-ാം വാക്യത്തിൽ കോരഹ് പുത്രന്മാർ ഒരുമിച്ച് ആർത്തുഘോഷിക്കുന്നത് ദൈവത്താൽ ഒരു കൊടി ഉയർത്തുന്നത് സംബന്ധിച്ചാണ്, അഥവാ ദൈവത്താൽ അവരുടെ ശത്രുക്കളുടെ മേൽ ജയം പ്രാപിക്കുന്നത് സംബന്ധിച്ചാണ്. ഇതെങ്ങനെയാണ് സാധിക്കുക എന്നുകൂടെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ ശത്രുക്കളെ ചവിട്ടിക്കളയുമെന്നാണ് പറയുന്നത്. ദൈവവിശ്വാസികൾക്ക്, ദൈവഭക്തർക്ക് വൈരികളുണ്ട്, ശത്രുക്കളുണ്ട്. ആ ശത്രുക്കൾ അവരുടെ സമശിഷ്ടങ്ങളായ മർത്യരല്ല, അഥവാ മനുഷ്യരല്ല, പ്രത്യുത പൈശാചിക ശക്തികളാണ്. അവ ദുരാത്മാക്കൾ, അശുദ്ധാത്മാക്കൾ, ഭൂത പിശാചുകൾ, സാത്താൻ്റെ ദൂതന്മാരെന്ന് പറയാം. ഈ ദുഷ്ടശക്തികളെല്ലാം ചേർത്ത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വൈരികളെന്നാണ്. കോരഹ് പുത്രന്മാരുടെ വൈരികൾ ഈ പൈശാചിക ശക്തികളാണ്. ദൈവവിശ്വാസികളായ ദൈവഭക്തന്മാരുടെയും വൈരികൾ പിശാചും അവൻ്റെ ദൂതന്മാരുമാണ്. ആ പിശാചിനെയും അവൻ്റെ ദൂതന്മാരെയും നേരിടുവാൻ നമുക്കാവശ്യമായിരിക്കുന്നത് ദൈവത്തിൻ്റെ നാമമാണ്, യേശുവിൻ്റെ നാമമാണ്. യേശുവിൻ്റെ നാമം പിശാചിനെ അഥവാ സാത്താനെ തകർത്ത നാമമാണ്. അതെ, യേശുവിൻ്റെ നാമം സാത്താനെ അഥവാ പിശാചിനെ തകർത്ത നാമമാണ്. ആ യേശുവിൻ്റെ നാമത്തിലാണ് ഓരോ ഭക്തനും അഥവാ ഓരോ വിശ്വാസിയും ഓരോ ദൈവപൈതലും പിശാചിനെ ചവിട്ടിക്കളയുന്നത്, അഥവാ പിശാചിനെ കീഴടക്കുന്നതെന്ന് അർത്ഥം. ഈ 44-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ മറ്റൊരു കാര്യം കൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിൽ ഞങ്ങൾ നിത്യം പ്രശംസിക്കുന്നു. ദൈവത്തിൽ ഞങ്ങൾ നിത്യം പ്രശംസിക്കുന്നു. പ്രശംസിക്കുവാൻ മനുഷ്യൻ്റെ മുമ്പിൽ എന്തെല്ലാം വിഷയങ്ങളല്ലേ. അതെ, ചിലരെങ്കിലും അവരുടെ അധികാരങ്ങളിൽ പ്രശംസിക്കുന്നുണ്ട്, അതുപോലെ അവരുടെ സമ്പത്തിൽ പ്രശംസിക്കുന്നവരുണ്ട്, സൗന്ദര്യത്തിൽ പ്രശംസിക്കുന്നവരുണ്ട്, മറ്റു ഇഹലോക വിഭവങ്ങളിൽ. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ടവൻ ഇന്ന വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞ് നാം നമ്മുടെ ചില ബന്ധുജനങ്ങളെ അവരിലൊക്കെ പ്രശംസിക്കുന്നുണ്ട്. പ്രശംസിക്കുവാൻ മനുഷ്യന് വളരെയധികം വിഷയങ്ങളുണ്ട്. എന്നാൽ ഇവിടെ കോരഹ് പുത്രന്മാർ പറയുകയാണ്, ദൈവത്തിൽ 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 ഞങ്ങൾ നിത്യം പ്രശംസിക്കുന്നു. അതെ, ഞങ്ങൾക്ക് പ്രശംസിക്കുവാനുണ്ടെങ്കിൽ ദൈവമാണ്. ഈ 2 വാക്യങ്ങൾ ഒരുമിച്ച് നാം ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു സത്യം, കോരഹ് പുത്രന്മാർ ഇവിടെ ദൈവത്തിന് 1-ാം സ്ഥാനം നൽകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർ ദൈവത്തിൽ പ്രശംസിക്കുകയും ദൈവത്തിൻ്റെ നാമത്തിൽ അഥവാ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എല്ലാ പൈശാചിക ശക്തികളുടെ മേലും വിജയം കൈവരിക്കുകയും ചെയ്യുന്നത്.
കോരഹപുത്രന്മാർക്ക് മാത്രമല്ല, നമുക്കും ദൈവത്തിൽ അഥവാ കർത്താവായ യേശുവിൽ പ്രശംസിക്കുവാൻ കഴിയണം. അപ്പോൾ നമുക്ക് ആ യേശുവിൻ്റെ നാമത്തിൽ നമ്മുടെ വൈരികളായ സാത്താനെ അഥവാ പിശാചിനെ കീഴടക്കുവാനായിട്ട് സാധിക്കും. ആമേൻ. കൃപമതി യേശുനാഥാ, തവ കൃപമതി എന്നുമെന്നും. ബലഹീന വേളകളിൽ ബലം നൽകും കൃപമതി. ബലഹീന വേളകളിൽ ബലം നൽകും കൃപമതി. കൃപയാൽ പുതുജീവൻ നൽകി, കൃപയാൽ എന്നെ സൗഖ്യമാക്കി. കൃപയാൽ പുതുജീവൻ നൽകി, കൃപയാൽ എന്നെ സൗഖ്യമാക്കി. കൃപ